വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. നമ്മുടെ ഈ ആഴ്ചയിലെ ഓരോ എപ്പിസോഡുകളും നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമുകൾ റെഗുലറായി കാണുന്ന എല്ലാവർക്കും ഒത്തിരി 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 നന്മകളാലും അനുഗ്രഹങ്ങളാലും കർത്താവരെ നിറയ്ക്കട്ടെ. അപ്പോൾ തന്നെ കൊച്ചിയിലുള്ള ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നേരിട്ട് കാണാനും ഒക്കെയുമുള്ള അവസരങ്ങൾ നമുക്കുണ്ടായിരിക്കും. ദൈവം അനുവദിച്ചാൽ ഒത്തിരി ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ഈ വർഷം നടക്കും. എത്തിച്ചേരാവുന്ന ഇടങ്ങളിലെല്ലാം ഞങ്ങൾ ടീമായി വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ദേശത്ത് ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കണം, അറിയിക്കണം. അതിൻ്റെ എവിടെയാണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ അറിയിച്ചാൽ തീർച്ചയായും ഞങ്ങളുടെ ടീം കൂടെ നിങ്ങളോട് ചേർന്ന് ആ കാര്യങ്ങൾ ചെയ്യുവാൻ ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. കൂടാതെ ദൈവം അനുവദിച്ചാൽ ഓഗസ്റ്റ് മാസത്തിൽ ഒരു വലിയ മെഗാ ഫെസ്റ്റിവൽ കൊച്ചിയിൽ വെച്ച് നടക്കുന്നതായിരിക്കും. ബ്ലെസ്സിങ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ മാസങ്ങൾക്ക് മുമ്പ് അഡ്വാൻസായി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ ദിവസങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഡിക്ലെയർ ചെയ്യും. ഇപ്പോഴേ ഒരുങ്ങണം. ഇറ്റ് വിൽ ബി സംതിങ് അൺപ്രസിഡൻറ്റഡ് ഇൻ ഹിസ്റ്ററി. അതുപോലെ വലിയ ചില കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് MA ജോസഫ്. ബിജോയ് ജോസഫും എലിസബത്ത് സീംലിയും ഇന്ന് വിവാഹിതരാകുകയാണ്. അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി, ആ സന്തോഷത്തിൽ നമ്മളും കൂടെ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ബിജോയും എലിസബത്തും വിവാഹിതരാകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം അവരുടെ മേൽ വന്നു ചേരട്ടെ. താങ്ക് യു ഫാദർ. മംഗളകരമായി അവരുടെ വിവാഹം നടക്കാനും അവരുടെ ഭാവി കുടുംബ ജീവിതത്തിനുമായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. എലിസബത്തിൻ്റെ പാരൻസിനായി, ജോസി ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. ജോയ്സ് ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. ബിജോയുടെ പാരൻസിനായി പ്രാർത്ഥിക്കുന്നു. OT ജോസഫിനായി, ജാൻസി ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വ്യക്തികളുടെ ആത്മീയ വളർച്ചയ്ക്കായി, കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. മാത്രമല്ല, ബിജോയ്ക്കും എലിസബത്തിനും ഉയർന്ന ജോബ് സ്റ്റേറ്റസ് കർത്താവ് നൽകണമേ. കുടുംബത്തിലെ നന്മകൾ, അനുഗ്രഹങ്ങൾ നൽകണമേ. എല്ലാ മണ്ഡലങ്ങളിലുമുള്ള ദൈവിക അനുഗ്രഹങ്ങൾ കർത്താവെ ഈ ഓരോ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും വന്നു ചേരട്ടെ. ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് വിവാഹിതരാകുന്ന ബിജോയ്ക്കും എലിസബത്തിനും എല്ലാ ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകരുടെയും പേരിലും, ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയുടെ പേരിലും പ്രത്യേകിച്ച് ബെസ്റ്റ് വിഷസ്. ഗോഡ് ബ്ലെസ് യു. ഗോ ഹെഡ്. ഞങ്ങൾ നിങ്ങൾക്കായി തുടർന്നും പ്രാർത്ഥിക്കും. ഇന്നും നാളെയുമായി നിങ്ങൾ കേൾക്കാൻ പോകുന്ന സന്ദേശം ബ്ലെസ്സിങ് സെൻറ്ററിൽ നൽകപ്പെട്ട ഒരു പ്രത്യേക സന്ദേശമാണ്. പുട്ടിങ് സോൾട്ട് അറ്റ് ദ സോഴ്സ്, അല്ലെങ്കിൽ ഉറവിൽ ഉപ്പിടുക. ആ പേര് കേൾക്കുമ്പോൾ യു മേ ബി കൺഫ്യൂസ്ഡ്, എന്ത് പ്രസംഗമായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും, ഇത് നമ്മുടെ ലൈഫിൽ വളരെ വളരെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലരും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ വലിയ ശ്രമമൊക്കെ നടത്തുമെങ്കിൽ ഒരു മാറ്റവും സംഭവിക്കാറില്ല. കാരണം അവർ പുറമെയാണ് എല്ലാം ചെയ്യുന്നത്. എന്നാൽ എവിടെയാണോ സോഴ്സ്, ഉറവ്, അവിടെയാണ് മാറ്റം വരേണ്ടത്. ഇന്ന് നാളെയും ഈ സന്ദേശം മിസ് ചെയ്യരുത്. അല്ലെ, പ്രധാന പോയിന്റുകൾ കുറിച്ചെടുക്കുക, റെക്കോർഡ് ചെയ്യുക, എഴുതിയെടുക്കുക. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഈ സന്ദേശം കേൾക്കാം. മാർക്ക് 7:18-23. മർക്കോസ് 7:18 മുതൽ 23 വരെ. നിങ്ങൾ ഇത്ര മന്ദബുദ്ധികളോ? അദ്ദേഹം ചോദിച്ചു. പുറമേ നിന്ന് ഉള്ളിലേക്ക് ചെല്ലുന്ന യാതൊന്നിനും മനുഷ്യനെ അശുദ്ധനാക്കാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കാരണം അത് അവന്റെ ഹൃദയത്തിലേക്കല്ല, ഉദരത്തിലേക്കും പിന്നെ ശരീരത്തിന് പുറത്തേക്കുമാണ് പോകുന്നത്. എല്ലാ ഭക്ഷണവും ശുദ്ധമെന്ന് ഈ വാക്കുകളിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം തുടർന്നു, മനുഷ്യന്റെ അകത്ത് നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്.
21 വചനം, ദുഷ്ടവിചാരങ്ങൾ, വ്യഭിചാരം, മോഷണം, കൊലപാതകം, പരസംഗം, അത്യാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, ഈർഷ്യ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ ഉള്ളിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നു. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വന്ന് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. Mark chapter 7 verse number 18. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 18-ാമത്തെ Don't you വചനം. see that nothing that enters a man from the outside can make him unclean? പുറമെ നിന്ന് ഉള്ളിലേക്ക് ചെല്ലുന്ന യാതൊന്നിനും മനുഷ്യനെ അശുദ്ധനാക്കാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? So Jesus is turning all the law from the outside into the inside of man. ഇപ്പോൾ യേശു കർത്താവ് മനുഷ്യന്റെ അതുവരെ കേട്ടുകൊണ്ടിരുന്ന യഹൂദന്മാരാണ് അവരുടെ പുറമെയുള്ള നിയമവശങ്ങളെ യേശു കർത്താവ് ഉള്ളിലുള്ള നിയമമാക്കിയാണ്. All the Jewish people were externally focused. എല്ലാ യഹൂദന്മാരും വെളിയിലുള്ള ശുദ്ധീകരണത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. The dress, അവർ ധരിക്കുന്ന വസ്ത്രവിധാനങ്ങൾ, the washing of hands, അവരുടെ കൈകൾ കഴുകുന്ന കാര്യങ്ങൾ. So everything they were focused on the external side of man. അവരെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് മനുഷ്യന്റെ പുറമെയുള്ള കാര്യങ്ങൾക്കായിരുന്നു. But Jesus said, എന്നാൽ യേശു പറയുന്നു, take your focus from the external and focus into the internal side of man. നിങ്ങളുടെ പുറമെയുള്ള മനുഷ്യനെ നിങ്ങൾ എങ്ങനെ കൊണ്ട് നടക്കുന്നു, ശുദ്ധീകരിച്ച് നടത്തുന്നു എന്നതിനേക്കാൾ നിങ്ങളുടെ അകത്തുള്ള മനുഷ്യന്റെ ശുദ്ധീകരണത്തിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. Do you agree with Jesus? നിങ്ങൾ ഈ കാര്യത്തിൽ യേശുവുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ, സമ്മതിക്കുന്നുണ്ടോ? എങ്കിൽ അവരുടെ ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. Jesus said, യേശു പറയുന്നു, I have come ഞാൻ to വന്നിരിക്കുന്നത് change the inside of you. നിങ്ങളുടെ അകത്തെ മാറ്റുവാൻ, നിങ്ങളുടെ ഉള്ളത്തെ മാറ്റുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. You can wear the same shirt, no problem. നിങ്ങൾക്ക് ഒരേ ഷർട്ട് തന്നെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കാം. Externally you can be shabby looking. ഒരുപക്ഷെ വെളിയിൽ നിങ്ങളുടെ വസ്ത്രധാരണം കൊണ്ട് നിങ്ങൾ ഒരു മുഷിഞ്ഞ ലുക്കിലായിരിക്കാം. But if you are clean inside, പക്ഷെ നിങ്ങളുടെ അകത്ത് ഹൃദയത്തിൽ ഒരു വിശുദ്ധിയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, that's what the Lord is looking in you. അതാണ് ദൈവം ഒരു വിശ്വാസിയുടെ മുകളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. All men are seeing the appearance of yours. ലോകത്തിലെ സകല മനുഷ്യരും നിങ്ങളുടെ പുറമെയുള്ള കാര്യങ്ങളാണ് കണ്ടാണ് നിങ്ങളെ വിലയിരുത്തുന്നത്. But God has eyes, it will penetrate into your heart. എന്നാൽ നമ്മുടെ ദൈവത്തിന് ഒരു കണ്ണുണ്ട്. ആ കണ്ണു പുറമെയുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തുള്ള കാര്യങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന കണ്ണവനുണ്ട്. Man sees your face, മനുഷ്യൻ നിങ്ങളുടെ മുഖമാണ് നോക്കുന്നത്. God sees your heart. എന്നാൽ ഹൃദയത്തെ നോക്കുന്നത് നിങ്ങളുടെ ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. Matthew chapter 5 മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം verse 28. 28-ാമത്തെ വചനം. Jesus said, but I tell you that anyone who looks at a woman lustfully has already committed adultery with her in his heart. അവിടെ നാം കാണുന്നുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുർമോഹത്തോടൊരു സ്ത്രീയെ നോക്കുന്നവൻ തന്റെ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. Underline ഹൃദയത്തിൽ. ഹൃദയത്തിൽ എന്ന വാക്കിന് അടിവരയിടുക. In his heart. നിങ്ങളുടെ ബൈബിളിൽ അത് അടിവരയിടുക, ഹൃദയത്തിൽ. Jesus says anyone who looks at a woman, not just looking, but looking at a woman lustfully has already committed adultery with her in his heart. ഒരു ബൈബിൾ പറയുന്ന ഒരു സ്ത്രീയെ ചുമ്മാ നോക്കുന്നതല്ല, ദുർമോഹത്തോടെ വേണ്ടാത്ത രീതിയിൽ ഒരു സ്ത്രീയെ നോക്കുന്നുണ്ടെങ്കിൽ നീ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. So there are two kinds of adulteries. അങ്ങനെയെങ്കിൽ ബൈബിളിൽ രണ്ട് തരത്തിലുള്ള വ്യഭിചാരങ്ങളുണ്ട്. One is adultery with your body. ഒന്ന് വ്യഭിചാരത്തിന്റെ ഒന്നാം തലമാണ് നമ്മുടെ ശരീരം കൊണ്ട് നാം നടത്തുന്ന വ്യഭിചാരം. But there is another adultery that can be done in your heart. എന്നാൽ രണ്ടാമത്തെ തരത്തിൽ ഒരു വ്യഭിചാരമുണ്ട്, അത് നിങ്ങളുടെ ഹൃദയം കൊണ്ടാണ് ചെയ്യപ്പെടുന്നത്. In the Old Testament, പഴയ നിയമത്തിൽ if somebody was caught in the act of adultery, he or she had to be punished. ഒരു വ്യക്തി, പഴയ നിയമത്തിൽ ഉള്ള ഒരു വ്യക്തി ഇപ്പോൾ ഒരു വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ ആ വ്യക്തി, അവൻ ആണായാലും പെണ്ണായാലും, അവൻ തക്കതായ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. But if a man is looking at a woman lustfully, he would be spared from the punishment and penalty of the എന്നാൽ law. ശരീരം കൊണ്ട് നടത്തുന്ന വ്യഭിചാരത്തിന് മാത്രമാണ് ശിക്ഷയുള്ളത്. എന്നാൽ
ഹൃദയം കൊണ്ട് നടത്തപ്പെടുന്ന ഒരു വ്യഭിചാരം നടത്തുമ്പോൾ അത് ആരും തിരിച്ചറിയുന്നില്ല, അതിനാർക്കും ഒരു ശിക്ഷ കൽപ്പിക്കപ്പെടുന്നതുമില്ല. This was the situation in the Old Testament. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക രീതിയായിരുന്നു ഇത്. But Jesus said, I am changing everything. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു പറയാ, ഞാൻ ഇതെല്ലാം I am മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, changing everything. ഞാൻ എല്ലാ ഇത്തരം പഴയ നിയമത്തിന് ഞാൻ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. If you commit adultery with your heart, even that will be punished. നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ വ്യഭിചാരം ചെയ്താൽ ആ കാര്യത്തിന് പോലും ദൈവശിക്ഷ വിധിക്കപ്പെടുന്നു. Do you understand what I am saying? നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? Now, the origin of sin is heart. നമ്മുടെ പാപത്തിന്റെ ഉത്ഭവ സ്ഥാനം എന്നുള്ളത് നമ്മുടെ ഹൃദയമാണ്. Isaiah chapter number 14, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 14-ാം അധ്യായം verses 13 and 14. 13-14 വചനങ്ങൾ. These verses are narrating the sin committed by Lucifer, the cherub. ഇവിടെ നാം ലൂസിഫർ എന്ന് പറയുന്ന ദൈവത്തിന്റെ കെരൂബായി നിന്നിരുന്ന ലൂസിഫറിന്റെ ജീവിതത്തിലെ പാപങ്ങളുടെ കണക്കുകളാണ് നാം ഇവിടെ വായിക്കുന്നത്. When he was created, he was perfect, he was holy, there was no blemish or sin in Lucifer. ലൂസിഫറിനെ ദൈവം ഉണ്ടാക്കിയ സൃഷ്ടിച്ച സമയത്ത് അവനിൽ യാതൊരു കപടമില്ലായിരുന്നു, കളങ്കമില്ലായിരുന്നു. അവൻ പൂർണ്ണനായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു മാലാഖിയായിട്ടുള്ള കെരൂബായിരുന്നു. He had perfection of wisdom. അവൻ ജ്ഞാനത്തിന്റെ പൂർത്തിയായിരുന്നു. He had perfection of beauty. അവന് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയുണ്ടായിരുന്നു. If you compare two verses from the book of Isaiah and the book of Ezekiel, നാം ഇപ്പോൾ യെശയ്യാവിന്റെ പ്രവചന പുസ്തകവും എസെക്കിയേലിന്റെ പ്രവചന പുസ്തകവും ഒരുമിച്ച് പഠിച്ചാൽ, take down the references. ഈ വചനങ്ങൾ ഇപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക. Isaiah 14:12 to 15 യെശയ്യാവ് 14:12 മുതൽ 15 വരെ, and Ezekiel 28:12 to 15. യെസെക്കിയേലിന്റെ പ്രവചന പുസ്തകം 28:12 മുതൽ 15 വരെ. If you compare these two prophecies, ഈ രണ്ട് പ്രവചനങ്ങൾ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ, it is about the sin and fall of Lucifer, who became Satan later. സാത്താനായി പിന്നീട് പരിണമിക്കപ്പെട്ട ലൂസിഫർ എന്ന മാലാഖ ജീവിതത്തിൽ നടത്തിയ അവന്റെ ആദ്യ പാപങ്ങളെ കുറിച്ചാണ് നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കുന്നത്. Now Isaiah 14 verse number 13. ഇനിയിപ്പോ നമുക്ക് ലൂസിഫറിനെ കുറിച്ച് പഠിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വേദഭാഗങ്ങൾ. You said in your heart, I will ascend to heaven, I will raise my throne above the stars of God, I will sit enthroned on the mount of assembly, on the utmost heights of the sacred mountain. 14, I will ascend above the tops of the clouds, I will make myself like the Most High. യെശയ്യാവ് ലൂസിഫറിനെ നോക്കി പറയുകയാണ്, നീ ഇതൊക്കെയാണല്ലോ ഹൃദയത്തിൽ പറഞ്ഞത്. അരുണോദയത്തിന്റെ പുത്ര, പ്രഭാത നക്ഷത്രമേ, നീ ആകാശത്ത് നിന്ന് വീണു പോയതെങ്ങനെ? രാഷ്ട്രങ്ങളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ വെട്ടേറ്റ് ഭൂമിയിൽ വീണു പോയതെങ്ങനെ? ഞാൻ സ്വർഗത്തിൽ കയറും, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുമേൽ ഉന്നതത്തിൽ ഞാൻ എന്റെ സിംഹാസനം വയ്ക്കും. ഉത്തരദിക്കിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. മേഘോന്നതികൾക്കുമേതെ ഞാൻ കയറും, എന്നെ തന്നെ ഞാൻ അത്യുന്നത തുല്യനാക്കും എന്നാണല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. Did Lucifer do all these things? ഈ കാര്യങ്ങളെല്ലാം ലൂസിഫർ ചെയ്ത കാര്യങ്ങളായിരുന്നു? No, അല്ല, he didn't do it. ഇവൻ ഒരിക്കലും അതൊന്നും ചെയ്തിട്ടില്ല. Before he planned to do it, he thought in his heart, I will do such and such things. പകരം ചെയ്യുന്നതിനു മുൻപ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ദൈവത്തിനേക്കാൾ മുകളിൽ വലുതാകാൻ പോകുന്ന കാര്യങ്ങൾ ലൂസിഫർ ഹൃദയത്തിൽ സംസാരിച്ചതേയുള്ളൂ. Lucifer said in his heart. ലൂസിഫർ ഹൃദയത്തിൽ സംസാരിച്ചു. Take your right hand, നിങ്ങളുടെ വലത്തെ കൈ ഒന്ന് ഉയർത്താമോ? place it here, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കുക. and everybody say, in the heart. എന്നിട്ട് പറയുക, ഹൃദയത്തിൽ. Sin is originating from the heart. പാപം ഉത്ഭവിക്കപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. In the heart of God there was no sin. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് പാപമില്ല. In the angel's heart there was no sin. മാലാഖമാരുടെ ദൂതന്മാരുടെ ഹൃദയത്തിനകത്തും പാപമില്ല. But first Lucifer said in his heart all these sinful things. എന്നാൽ ആദ്യത്തെ ഒരു മാലാഖിത പാപകരമായുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുകയാണ്. So many people have a doubt. ഒത്തിരി ആളുകൾക്കും ഇങ്ങനൊരു സംശയമുണ്ട്. Did God create sin? ദൈവം പാപത്തെ സൃഷ്ടിച്ചതാണോ? The answer is no.
ഉത്തരം ഇതാണ്, ദൈവം ഒരിക്കലും പാപത്തെ സൃഷ്ടിച്ചിട്ടില്ല. Sin came forth from the heart of Lucifer. പകരം പാപം ഉത്ഭവിക്കപ്പെട്ടത് ലൂസിഫറിന്റെ ഹൃദയത്തിൽ നിന്നായിരുന്നു. And from there sin entered the world. അവിടെ നിന്ന് ലൂസിഫറിന്റെ ഹൃദയത്തിൽ ഉത്ഭവിക്കപ്പെട്ട പാപം അവിടെ നിന്നാണ് ലോകത്തിലേക്ക് പ്രവേശിച്ചത്. Because of the deceit of Satan, Adam and Eve, the first parents, also sinned. നിങ്ങൾക്കറിയാം, ലൂസിഫർ പിന്നീട് സാത്താനായി തീർന്നു. സാത്താന്റെ വഞ്ചന നിമിത്തമാണ് ആദമും ഹവ്വയും ആദ്യ പാപത്തിൽ അകപ്പെട്ടത്. അവരെ തുടർന്ന് തലമുറകൾ പാപത്തിലേക്ക് വഴുതി വീഴുകയാണ് ഉണ്ടായത്. ഈ ആന്റിയുടെ പേര് ആനി, ചങ്കമ്പുഴ നഗറിൽ നിന്ന് വരുന്നു. ആന്റിയുടെ മകൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു. അതുമൂലം കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. പക്ഷേ ആ മകനും ഇവരെല്ലാം ഇവിടെ കൗൺസിലിങ്ങിന് വന്നു. അതിനുശേഷം ആ മകന്റെ മദ്യപാനം പൂർണ്ണമായി അങ്ങ് മാറി. എങ്ങനെ ഇത് മാറി? എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ പല പ്രാവശ്യം ഇവിടെ വന്നതും വളരെ കണ്ണുനീരോടെ. കാരണം ഒത്തിരി പ്രാവശ്യം കുടി നിർത്താനുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്തു, അല്ലേ? പല ട്രീറ്റ്മെന്റുകൾ എടുത്തു, എന്നിട്ടൊന്നും മാറാഞ്ഞ ആ പ്രശ്നം പിന്നെ എങ്ങനെയാ ഇത് മാറിയത്? ഇത് എങ്ങനെയാണത്? നിൽക്കുന്നല്ലേ സെബിയാണോ അത്? ഒന്ന് വരാമോ ഇങ്ങോട്ട്, ഒന്ന് കണ്ടോട്ടെ. ആള് വന്നു. ഓക്കെ, പറഞ്ഞു. ജോലിക്ക് കയറി കൂട്ടെല്ലാം കൂടി കമ്പനി ടാറ്റയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ കമ്പനി മീറ്റിങ്ങിലും കമ്പനിയിൽ തന്നെ ധാരാളമായി സെർവ് ചെയ്യും. അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു. എന്നാലും വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഒരു 3-4 വർഷമായിട്ട് ഏത് സമയവും ഇത് മദ്യത്തിനോടുള്ള താല്പര്യം കാണിച്ചു തുടങ്ങി. ഏകദേശം എത്ര വർഷമായി കാണും? 3-4 വർഷം. 3-4 വർഷമായിട്ട് ഭയങ്കരമായിട്ട് 2 വർഷമായിട്ട് നല്ല ഭയങ്കര ഇതായിട്ട് മാറി. ഓക്കെ, അങ്ങനെ മാറി. അത് കഴിഞ്ഞ് ഇതുപോലെ ഈ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ ചെയ്യുമോ? എന്തെങ്കിലും 2 പ്രാവശ്യം EMC ഹോസ്പിറ്റലിൽ ഒരു തവണ, പിന്നെ പുനർനവയിലും ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു. വീണ്ടും വന്ന് കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മദ്യപിച്ചിട്ടില്ല. അവന് ഉണ്ടായിരുന്നതിനേക്കാളും ഏറ്റവും നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. ഓ, നല്ലൊരു ജോലി ലഭിച്ചു. എവിടെയാ ഇപ്പൊ ജോലി കിട്ടിയിരിക്കുന്നത്? ഞാനൊരു ക്രൈസോൾ എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യ ശ്രീലങ്ക ഓപ്പറേഷൻസിന്റെ ഹെഡായിട്ട് ജോലി കിട്ടിയിരിക്കുകയാണ്. Praise God. ഇതിപ്പം മദ്യപാനം നിർത്തിയിട്ട് എത്ര ദിവസമായി, അല്ലെങ്കിൽ എത്ര ആഴ്ചയായി? 3 മാസമായി. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ച 2 സാക്ഷ്യങ്ങൾ നമ്മൾ ഇപ്പൊ ഓൾറെഡി ഇവിടെ മദ്യപാനം ഇവിടെ വന്ന് നിർത്തിയവർ 100 കണക്കിനാണ്. ബ്ലെസ്സിംഗ് ടുഡേ കണ്ടിട്ട് നിർത്തിയവർ അവർ എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണാൻ പോലും സാധ്യമല്ല. മദ്യപാനത്തിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ഒരു ശക്തി ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാർ ഇപ്പോഴും കണ്ണ് നിറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. കാരണം എൻ്റെ ഭർത്താവിൻ്റെ എന്ന് നിൽക്കും എന്നായിരിക്കും ചോദിക്കുന്നത്. ഞാൻ ഉറപ്പ് പറയുന്നു, അതും നിൽക്കും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മദ്യപാനികൾക്കായി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവെ, വിടുതൽ ലഭിക്കേണ്ട പുരുഷന്മാർ യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുതൽ പ്രാപിക്കട്ടെ. In Jesus' name. Amen. God bless you. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതിന് MA ജോസഫിനോടുള്ള പ്രത്യേകിച്ചുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നാളെ അടിമാലിയിൽ ആദ്യത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലാണ് നടക്കുമ്പോൾ ഇടുക്കി ജില്ല, കോതമംഗലം തുടങ്ങി ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് അവിടെ വരാമോ, ദൂരെ നിന്നാണെങ്കിൽ പോലും വരണം. വലിയ അനുഗ്രഹം കർത്താവ് ചൊരിയും. ശനിയാഴ്ച നമുക്ക് ചെന്നൈയിൽ മീറ്റിംഗ് ഉണ്ട്, മറക്കരുത്. അവിടെ എത്തിച്ചേരാൻ കഴിയുന്ന എല്ലാവരും അവിടെ എത്തിച്ചേരുക. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കൈകൾ അങ്ങയുടെ മുമ്പിൽ മലർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം അനേകർക്ക് വേണ്ടി അത്ഭുതം ചെയ്തത് അങ്ങ് ചെയ്യുമാറാകണം. പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, ഒരു വലിയ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ആഗ്രഹമുള്ളവരുണ്ടല്ലോ. കർത്താവെ, അവരെല്ലാം അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉറവെങ്കിൽ ദൈവം പ്രവർത്തിക്കണമേ. അവരുടെ ഹൃദയത്തിൽ നിന്നും ചില മാറ്റങ്ങളും വിപ്ലവങ്ങളും ഈ വർഷം ആരംഭിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ആസ്മ രോഗം. മിക്കവാറും എല്ലാ ദിവസവും പല പ്രാവശ്യം നിങ്ങൾ ഇൻഹേലർ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള മെഡിക്കേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആസ്മ രോഗത്തിൽ നിന്നും വ്യത്യാസമില്ല.
പ്രത്യേകിച്ച് 30-ലധികം വർഷമായി ആസ്മ രോഗമുള്ള ചിലരെ, മാർഗ്രറ്റ് എന്നൊരു സഹോദരിയും കർത്താവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാകട്ടെ. ആ വ്യക്തി മാത്രമല്ല, അതുപോലെ ആസ്മ രോഗം കൊണ്ട് വല്ലാതെ സഫർ ചെയ്യുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. നെഞ്ചിൽ കൈവച്ച് ആ രോഗസൗഖ്യത്തെ ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുക. സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട, സ്വീകരിച്ചാൽ മാത്രം മതി. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഒരു വലിയ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. ദൈവിക വിടുതലുകൾക്കായി നന്ദി പറയുന്നു. അനുഗ്രഹിക്കുന്ന കർത്താവേ, താങ്ക് യു ജീസസ്. വലിയ വിടുതലുകൾ നടക്കട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ ഷോൾഡറിന് പെയിനുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാകുന്നു. ഷോൾഡർ പെയിൻ ഒന്നിലാകാം, രണ്ടിലുമാകാം. കൈ ഉയർത്താൻ കഴിയുന്നില്ല, കൈകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള ആ രോഗം മാറിപ്പോട്ടെ. കൈമുട്ടുകൾക്ക്, ജോയിൻറ്റുകൾക്കുള്ള വേദനകൾ, സ്റ്റിഫ്നെസ് മാറട്ടെ. ശരീരത്തിൽ എവിടേക്ക് നീര് കെട്ടിക്കിടക്കുന്നു, ആഴ്ചകളായിട്ട് നീരുണ്ട്, വറ്റുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ സ്വെല്ലിംഗ് സൗഖ്യമാകട്ടെ. വർഷിപ്പ് യു ഫാദർ. അതുപോലെ ഷുഗർ ഭയങ്കരമായി ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്നു, ഭയങ്കരമായിട്ട് ഷുഗറിൻ്റെ ലെവൽ കൂടിയിരിക്കുക. അങ്ങനെയുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കമല എന്നൊരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് നടക്കട്ടെ കർത്താവെ. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഒരു വ്യക്തിയുടെ ഒരു സൈഡിൽ ഇങ്ങനെ തളർച്ച വന്നിരിക്കുന്നു. സ്ട്രോക്കിൻ്റെ ഫലമായി ഒരു സൈഡ് തളർന്നു പോയ ഒരു വ്യക്തിയെ കർത്താവ് തിരിച്ച് ആ സൈഡിൽ ഒരു വലിയ വിടുതൽ നൽകാൻ ആഗ്രഹിക്കുന്ന ഹെമറേജിലൂടെ വന്ന ആ രോഗം സൗഖ്യമാകട്ടെ. ആ സൈഡ് മുഴുവൻ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ശരീരം മുഴുവൻ വലിയ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. കൈവിരലുകളിൽ സൗഖ്യം വരുന്നത് ഞാൻ കാണുന്നു. കൈവിരലുകൾക്ക് സ്വാധീനമില്ലാതെ അങ്ങനെയുള്ള വ്യക്തികൾ, ഒന്നോ പലതോ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. അടിവയറ്റിൽ ചില പ്രശ്നങ്ങളുള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഹെർണിയ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ഫിസ്റ്റൂല എന്ന രോഗം സൗഖ്യമാകട്ടെ. സൊറായസിസ് സൗഖ്യമാകട്ടെ. അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വലിയ വിടുതലുകൾ കർത്താവെ നീ കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു. സാമ്പത്തിക വിടുതലുകൾക്കായി ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കടങ്ങളും മാറിപ്പോട്ടെ. ജപ്തിയുള്ള കുടുംബങ്ങൾ, ജപ്തിയുടെ ഭീഷണി നിൽക്കുന്ന കുടുംബങ്ങളിൽ വലിയ വിശ്വസിക്കാൻ കഴിയാത്ത വിടുതലുകൾ ഉണ്ടാകട്ടെ. ചില കാര്യങ്ങൾ നീക്കുപോക്കുകൾ ഉണ്ടാകട്ടെ. അതുപോലെ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഇതുവരെ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ആ കുടുംബങ്ങൾ അതുപോലെ സഹിക്കുന്നല്ലോ കർത്താവ്. എത്രയും വേഗം ഏറ്റവും നല്ല വിലയ്ക്ക് അത് ഡിസ്പോസ് ചെയ്യാൻ സഹായിക്കണം. അതുപോലെ കുടുംബത്തിൻ്റെ വസ്തു, ആ പ്രോപ്പർട്ടി ഷെയറിങ് നടത്താൻ താല്പര്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ടൊക്കെ നടക്കുന്നില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നില്ല, അല്ലെങ്കിൽ തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള എൻ്റെ സെറ്റിൽമെൻറ്റിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. വലിയ വിടുതലാണ് വരാൻ പോകുന്നത്. വ്യക്തമായി കർത്താവ് കാണിക്കുന്നൊരു വിഷയമാണ്. ഈ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വലിയ വിടുതൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കൃഷി നശിച്ചുപോയി, അതിനാൽ നഷ്ടം വന്ന് വല്ലാതെ തകർന്നിരിക്കുന്ന, വലിയ പ്രോജക്റ്റൊക്കെ ചെയ്തു, എന്നാൽ തകർന്നുപോയ ചില വ്യക്തികൾ നിങ്ങളെ കർത്താവ് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കും. ജോലിയില്ലാത്തവർക്ക് അത് കൊടുക്കണമേ. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് അത് കർത്താവെ, ജീവിത പങ്കാളികളെ ചേർത്ത് കൊടുക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളെ കൊടുക്കണം. അങ്ങയുടെ നാമത്തിൽ ഇന്ന് അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഇന്ന് കേട്ട സന്ദേശത്തിൻ്റെ തുടർച്ചയാണ് നിങ്ങൾ നാളെ കേൾക്കാൻ പോകുന്നത്. ആഴ്ചയിലെ അവസാനത്തെ പ്രോഗ്രാമാണ് നാളെ നിങ്ങൾ കാണാൻ പോകുന്നത്. കൊണ്ട് മറക്കരുത്. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ലൈനിൽ ഇതുവരെ വിളിച്ചിട്ടില്ലാത്തവർ ഇന്ന് വിളിക്കണം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ഫോൺ കോൾ അകലെയായിരിക്കും നിങ്ങളെ വിടുതൽ. ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ലൈനിലുള്ള പ്രെയർ വാരിയേഴ്സ് അഭിഷിക്തന്മാരാണ്. അവർ ആത്മനിറവിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതകരമായ വിടുതലുണ്ടാകും. 0484 4222211 എന്ന നമ്പറിലേക്ക് വിളിക്കുക.
ഒരുപക്ഷെ ചില സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ലൈനുകൾ ചില സമയത്ത് ജാമാകും. അതുകൊണ്ട് ഇടയ്ക്ക് ലൈൻ കിട്ടിയില്ലെങ്കിൽ പോലും വീണ്ടും വീണ്ടും നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. See you tomorrow. God bless you. വെൽക്കം ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഞാൻ യഹോവയെ അറിയുകയില്ല എന്ന് പറഞ്ഞതാര്? ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാം. ഞാൻ യഹോവയെ അറിയുകയില്ല എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻസ്: എ നിമ്രോദ്, ബി ഫറവോൻ, സി കയീൻ, ഡി ഹവ്വ. ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാം. ഞാൻ യഹോവയെ അറിയുകയില്ല എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻസ്: എ നിമ്രോദ്, ബി ഫറവോൻ, സി കയീൻ, ഡി ഹവ്വ. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്ന 5 പേർക്ക് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ അയച്ചു തരുന്നതാണ്. നാളത്തെ ബൈബിൾ ആൻഡ് ന്യൂ കാണാൻ മറക്കരുതേ. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.